അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾക്ക് മിസ് ഒരു പുതിയ ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മാസ്ക് ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ? എങ്ങനെയാണ് മാസ്ക് ഉണ്ടാക്കുന്നത്, മാസ്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യമുള്ളത്, അതോടൊപ്പം തന്നെ പട്ടം ഉണ്ടാക്കുന്നത് അല്ലേ, പട്ടത്തിന് ആവശ്യമായത് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മളതിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചത് ഷേപ്പുകളാണ് അല്ലേ. 4 ഷേപ്പുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ആ 4 ഷേപ്പുകൾ? ഏതൊക്കെയാണ് ആ ഷേപ്പുകൾ? മുസല്ലസ്, മുറബ്ബ, മുസ്തതീൽ, ദാഇറത്ത് അല്ലേ. അങ്ങനെ 4 ഷേപ്പുകൾ പഠിച്ചു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ്: മുസല്ലസ്, മുറബ്ബ, മുസ്തത്വീൽ, ദാഇറത്ത്. അപ്പോൾ എന്താ മുസല്ലസ്? മുസല്ലസ് ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ദാഇറത്തോ? ദാഇറത്ത് സർക്കിൾ. മുസ്തത്വീലോ? മുസ്തത്വീൽ എന്താണ്? റെക്റ്റാങ്കിൾ. അപ്പോൾ സ്ക്വയറിന് എന്താ പറയുക? മുറബ്ബ അല്ലേ. ഇങ്ങനെ 4 ഷേപ്പുകളുടെ പേരും നമ്മൾ പഠിച്ചു. ആ ഷേപ്പുകൾ വെച്ചിട്ട് എങ്ങനെ കണ്ണ് വരയ്ക്കും, മൂക്ക് വരയ്ക്കും അല്ലേ. ഇങ്ങനെ 4 ഷേപ്പുകൾ നമ്മൾ പഠിച്ചു. ഒരു മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ മിസ് നിങ്ങൾക്ക് ഒരു പോയമാണ് എടുക്കാൻ പോണത്. ആ പോയം ഒരു കുട്ടി അവളുടെ പെറ്റായ അർണബിനെ കുറിച്ച് പാടുന്ന ഒരു പദ്യമാണ്. അപ്പം അർണബ് ആരാണ്? നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അർണബുൻ റാബിറ്റ്. അപ്പോൾ അവളുടെ പെറ്റായ റാബിറ്റിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ റാബിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഒരു പാട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ കുട്ടി നമുക്ക് പറഞ്ഞുതരാണ്. അപ്പോൾ മിസ് ആദ്യം ചൊല്ലുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഓക്കെ. നൂബി عندي في بيتي أرنب يقفز يلعب لا يتعب يجلس قربي بعد اللعب هو لا يهكي هو لا يبكي عندي في بيتي أرنب يقفز يلعب لا يتعب أرنوبه المنظري أطعمه العشب الأخضر فهو لطيف لا يتعبني وهو ظريف كم يعجبني عندي في بيتي أرنب يقفز يلعب لا يتعب أرنوب الغالي الأبيض يحزنني لما يمرض فأناديه وأداويه وألاعبه وأسليه عندي في بيتي أرنب يقفز يلعب لا يتعب. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കേട്ടാലോ? നൂബി عندي في بيتي أرنب يقفز يلعب لا يتعب يجلس قربي بعد اللعب هو لا يهكي هو لا يبكي عندي في بيتي أرنب يقفز يلعب لا يتعب أرنوبه المنظري أطعمه العشب الأخضر فهو لطيف لا يتعبني وهو ظريف كم يعجبني
عندي في بيتي أرنب يقفز يلعب لا يتعب أرنوب الغالي الأبيض يحزنني لما يمرض فأناديه وأداويه وألاعبه وأسليه عندي في بيتي أرنب يقفز يلعب لا يتعب. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അർത്ഥം നോക്കാം. അർണൂബി, അർണൂബി എന്നാണ് ഹെഡിങ്. അർണൂബി എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ അർണബ്, മൈ റാബിറ്റ്, എൻ്റെ മുയൽ. യെസ്. അപ്പോൾ കുട്ടി പറയാണ് ഇന്ദി ഫി ബൈത്തി അർണബ്, എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു റാബിറ്റ് ഉണ്ട്. യഖ്ഫിസു യൽഅബു ലാ യതഅബ്. യഖ്ഫിസു മീൻസ് ചാടുക, യൽഅബു കളിക്കും, ലാ യതഅബ് ഒരു ക്ഷീണവുമില്ല, ഒരു ക്ഷീണമില്ലാതെ ചാടി കളിക്കുന്ന ഒരു റാബിറ്റ് എനിക്ക് എൻ്റെ വീട്ടിൽ ഉണ്ട്. യജിലിസു ഖുറുബി ബഅദൽ ലഅബി. യജിലിസു ഖുറുബി, അവൻ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് വന്നിരിക്കും. ബഅദൽ ലഅബി, കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിരിക്കും. ഹുവലാ യഹ്കി ഹുവലാ യബ്കി. ഹുവലാ യഹ്കി, എന്നോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുകയോ ഒന്നും ചെയ്യില്ല. ഹുവലാ യബ്കി, അതുപോലെ കരയുകയുമില്ല. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുകയില്ല, അതുപോലെ കരയുകയും ചെയ്യില്ല. ഇന്ദി ഫി ബൈത്തി അർണബ്, എൻ്റെ വീട്ടിൽ എനിക്കൊരു അർണബുണ്ട്, റാബിറ്റുണ്ട്. അർണൂബി ഹുൽവുൽ മല്ലരി, എൻ്റെ റാബിറ്റ് ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയാട്ടോ, വളരെ സ്വീറ്റാണ് കാണാൻ. ഒത്തോയിമുൽ ഉഷ്ബൽ അഹ്ലർ, ഞാൻ എന്ത് ചെയ്യും? നല്ല പച്ച പുല്ല് എന്ത് ചെയ്യും? അതിന് കഴിക്കാൻ കൊടുക്കും. ഫഹുവ ലത്വീഫുൻ ലാ യുത്ഇബുനി. ഫഹുവ ലത്വീഫുൻ, വളരെ സോഫ്റ്റാണ്. ലാ യുത്ഇബുനി, എന്നെ ടയേർഡാക്കുകയില്ല, എന്നെ ക്ഷീണിപ്പിക്കൂല, അതായത് എന്നെ എന്ത് ചെയ്യില്ല ആള് ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല. വഹുവ ലൊരീഫുൻ, വളരെ സമർത്ഥനാണ്. കം യുഇജിബുനി, എന്നെ എത്ര പ്രാവശ്യമാണ് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എന്നെ അവൻ ബുദ്ധിമുട്ടിക്കില്ല, അതുപോലെ തന്നെ എന്താണ്, വളരെ സൗമ്യനാണ്, അതുപോലെ വളരെ സമർത്ഥനാണ്. ഈ കാര്യങ്ങളൊക്കെ എന്നെ എത്ര പ്രാവശ്യമാണ് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ദി ഫി ബൈത്തി അർണബ്, എൻ്റെ വീട്ടിൽ എനിക്കൊരു അർണബുണ്ട്, റാബിറ്റുണ്ട്. ഇനി അടുത്ത ലൈൻ നോക്കിയാലോ. അർണൂബി അൽ ഓലിൽ അബിയലി, എൻ്റെ റാബിറ്റ് ഉണ്ടല്ലോ പ്യുവർ വൈറ്റാണ്. എന്ന് വെച്ചാൽ എന്താ? തനി വെള്ള, തൂവെള്ള കളറാണ്. യഹ്സിനുനി, എനിക്ക് വിഷമമാവും എപ്പോൾ. ലമ്മായമ്രൽ, എൻ്റെ അർണബിന് അസുഖം വരുമ്പോൾ എനിക്കെന്താണ്? വളരെ വിഷമമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഫൗനാദീഹി, ഞാൻ റാബിറ്റിനെ വിളിക്കും. വൗദാവിഹി, എന്നിട്ട് എന്ത് ചെയ്യും? മരുന്നൊക്കെ ഞാൻ കൊടുക്കും. വൗലായി ബഹു, ഞാൻ എന്ത് ചെയ്യും? അവനുമായിട്ട് കളിക്കും. വൗസല്ലിഹി, അവനെ ഞാൻ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുകയും ചെയ്യും. അസുഖം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? റാബിറ്റിനെ എടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അവനുമായിട്ട് കുറച്ച് നേരം കളിച്ച് അവനെ ആശ്വസിപ്പിച്ച് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ റാബിറ്റിനെ പരിപാലിക്കും. ഇന്ദി ഫി ബൈത്തി അർണബ്, എൻ്റെ വീട്ടിൽ എനിക്ക് റാബിറ്റുണ്ട്. അപ്പോൾ ഈ കുട്ടി അവളുടെ റാബിറ്റിനെ കുറിച്ചാണ്, അല്ലേ, അവളുടെ പെറ്റായ അർണബിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇതിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റാബിറ്റിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്?
നന്നായിട്ട് കളിക്കും, ഒരു ക്ഷീണം ഉണ്ടാവില്ല. കളിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിരിക്കും, എന്നോട് സംസാരിക്കില്ല, കരയൊന്നും ചെയ്യില്ല അല്ലേ. പിന്നെന്താണ്, എൻ്റെ റാബിറ്റിന് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പച്ച പുല്ലൊക്കെ ഞാൻ കൊടുക്കും, വളരെ സോഫ്റ്റാണ്, എന്നെ ഒട്ടും ബുദ്ധിമുട്ടിക്കാറില്ല, വളരെ സമർത്ഥനാണ്. റാബിറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യമാണ് അത്ഭുതപ്പെട്ടിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ എൻ്റെ റാബിറ്റിനെ കാണാൻ പ്യുവർ വൈറ്റാണ്. എനിക്ക് വിഷമമാവും. എപ്പോഴാണ് എനിക്ക് വിഷമമാവാറ്? എൻ്റെ റാബിറ്റിന് വയ്യാതാകുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്യും, മരുന്നൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കും അല്ലേ. അപ്പോൾ റാഷിദ് ഈസ എന്ന കവിയാണ് നമ്മൾക്ക് എന്ത് ചെയ്ത് ഈ പദ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ കവി ഒരു പെൺകുട്ടിയുടെ റാബിറ്റിനെ കുറിച്ചാണ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പദ്യത്തിലൂടെ പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ പേജിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 ബോക്സസ് ഉണ്ട്. ആ 4 ബോക്സസിലും 4 പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആ പിക്ചേഴ്സിൽ ഓരോ ആക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ആക്ഷൻസിന് സ്യൂട്ടായ ലൈന് നമ്മളുടെ പദ്യത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്യൂട്ടായ ലൈൻ എന്ത് ചെയ്യണം, എടുത്ത് എഴുതണം. അപ്പോൾ ഒരെണ്ണം മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തേത് എന്താണ്, റാബിറ്റ് എന്ത് ചെയ്യാണ്, ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും ആ ബോക്സിന് യോജിച്ച ലൈൻ ഏതായിരിക്കും ആ ലൈന്? യെസ്, ഏതാണ്? ഇന്ദി ഫി ബൈതി അർണബ് യഖ്ഫിസു യൽഅബു ലാ യത്അബ് അല്ലേ. എൻ്റെ വീട്ടിൽ എനിക്കൊരു റാബിറ്റ് ഉണ്ട്, അതെന്താണ്, ഒരു ക്ഷീണവുമില്ലാതെ എപ്പോഴും ചാടി കളിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ബോക്സിന് സ്യൂട്ടായ ലൈന്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി 3 പിക്ചറിനും സ്യൂട്ടായ ലൈൻ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് എഴുതണം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം മിസ്സിൻ്റെ ക്ലാസ് കാണുക, പദ്യം ട്യൂണിൽ ചൊല്ലി പഠിച്ചിട്ട് എന്ത് ചെയ്യണം, മിസ്സിന് വോയിസ് അയക്കുക. ഇനി മിസ്സ് പാടിയ ട്യൂണിൽ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ എന്ത് ചെയ്യാം, ചൊല്ലി പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.